അപ്പൊ ചെറിയൊരു ഈദ് പ്രിപ്പറേഷൻ ആട്ടോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. എന്റെയും കുട്ടികളുടെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിക്ക് വേണ്ട ഓർണമെന്റ്സും ചെരുപ്പും ബാഗൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നാളെ എന്തായാലും ഇതിനൊന്നുള്ള ടൈം കിട്ടില്ല. രാവിലെ നമുക്ക് വീട്ടിലേക്ക് പോകണം. അപ്പൊ ഇന്ന് തലേ ദിവസം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം അധികം പണിയൊന്നുമില്ല. പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ രാവിലെ. അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളായിട്ടോ ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ അത് ആ ഒരു ടോപ്പാണ്, ആ ഒരു ഡ്രസ്സാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫസ്റ്റ് ഡേ പിന്നെ സെക്കൻഡ് ഡേക്ക് ഇടാന്ന് വെച്ചിട്ട് 2 കൂട്ടം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് എടുത്തത് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ്. മറ്റേത് ഞാൻ ബർത്ത്ഡേക്ക് എടുത്താണ്. അപ്പോൾ അത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അതിക്ക് വേണ്ട ആക്സസറീസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ 2 റിങ്ങും അതുപോലെ ഈ ഒരു ചെയിനും പിന്നെ 2 വാച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഏതാണ് സെറ്റ് ആവാന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ഈ ഒരു വാച്ചും ഈ ഒരു ഇയറിങ്സും ഈ ഒരു ചെയിനും ഈ ഒരു റിങ്ങും ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡ്രസ്സിലേക്ക് ഈ ഒരു 3 ആക്സസറീസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്താ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനിയും കുട്ടികളുടെയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ എടുത്താണ്. പിന്നെ അത് വാപ്പാന്റെ ഷോപ്പിൽ നിന്ന് എടുത്താണ്. ഈ ഒരു ക്രോഷ്യന്റെ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ്, ഞാൻ തുന്നിയത് തന്നെയാണ്. അപ്പൊ ഞാൻ അതൊക്കെ ഒരു ജീൻസിന്റെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പാടെ പെയർ ചെയ്യണത്. അപ്പൊ അവൾക്ക് വേണ്ട ആക്സസറീസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മോൻ്റെതാണ് അടുത്ത് റെഡിയാക്കാൻ പോണത്.